നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖാലല്ലാഹു തആല റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്ന ഹാഫിളു അലസ്വലവാതി വസ്വലാത്തിൽ വുസ്ത, നിങ്ങളെല്ലാവരും 5 വക്ത് നിസ്കാരത്തെ ജാഗ്രതയാക്കണം, ശ്രദ്ധിച്ച് നിസ്കരിക്കണം, ഒഴിവാക്കൊടുകുത്തീരാ പുനർകുത്തീരാണ്ട്. അപ്പൊ നിസ്കാരം ഒരിക്കലും കലാക്കിനോടത്തോല കാലാവത്തോല കാത്തതേ കൊടുകുത്തീരാ. സ്വലാത്തിൽ ഉസ്ത, അപ്പൊ സ്വലാത്തിൽ ഉസ്താ നിസ്കാരം പ്രത്യേകിച്ചിട്ട് വിശേഷമായിട്ട് എന്തിനാ ഈ ഉസ്താ നിസ്കാരം ശ്രദ്ധിക്കുക? അസര നിസ്കാരം ബാക്കിയുള്ള 4 വക്ത് നിസ്കാരത്തെക്കാളും യാവണിക ഖുർആനിൽ അല്ലാഹു തആല ചൊല്ല അസർ നിസ്കാരം ഏതേ കാരണത്തിലും തപ്പടകുത്തീരാ. അപ്പൊ 4 വക്ത് നിസ്കാരവും 5 വക്ത് നിസ്കാരവും നിങ്ങൾ ജാഗ്രതയാക്കൂ. അതേപോലെ അതിന് പ്രത്യേകമായിട്ട് 4 വക്ത് നിസ്കാരത്തെ കാരണത്തിൽ ഗൗരവമായിട്ട് അസർ നിസ്കാരത്തെ കാണറുണ്ടു പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലുന്നു. അപ്പൊ അസർ നിസ്കാരം ഏതേ കാരണത്തിലും തപ്പടണ്ട നിങ്ങാറും അത്രയും ജാഗ്രതാക്കനായ ഒരു നിസ്കാരമായിട്ട് അസർ നിസ്കാരവും 5 വക്ത് നിസ്കാരവും പരിശുദ്ധ തൗബ സൂറത്തിൽ ചൊല്ല ഫഇൻ താബു വഖാമു സ്വലാത്ത വആതൂ സകാത്ത ഫഖല്ലു സബീലഹും. ഇത് ജനങ്ങളെല്ലാവരും നമ്മുടെ രാജ്യത്തുള്ള ആൾമാരല്ല ഫഇൻ താബ തൗബ ചൊല്ലി നടന്നിട്ടുണ്ടെങ്കിൽ വഖാമു സ്വലാത്ത നിസ്കാരം നിലനിർത്തിയിട്ടും ഖളാഅക്കാട്ടും മുടാട്ടും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ വആതൂ സകാത്ത സക്കാത്ത് കൊടുക്കുന്ന ആൾമാർ അതിന് അവകാശങ്ങളെ തേടിയിട്ട് സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫഖല്ലു സബീലഹും, അങ്ങനെ തെരുവുകടിക മുട്ടുകൂടെ അനന്തമുണ്ടും പോവണ്ട. അപ്പൊ അതിനടുത്തൊരു ഒരു വയലിൽ നിസ്കരിച്ചില്ലാണ്ടെങ്കിൽ തൗബ ചെയ്യില്ലാണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കില്ലാണ്ടെങ്കിൽ അങ്ങനെ തെരുവുകടിക മുട്ടുകൂടെ തീരാണ്ട് ഫഖല്ലു സബീലഹും, അങ്ങനെ മുട്ടുകൂടെങ്കിൽ അതെല്ലാം ആക്കളുടെ മുട്ടുകൂടെ അല്ലാത്ത കടിക മുട്ടാതിക്കൊണ്ട് തീരാ. ഉസ്താദുമാരാവട്ടും കമ്മിറ്റിങ്ങാവട്ടും പ്രായത്തകാവട്ടും ആരായക്കും സമ അവന് മുണ്ടാണ്ട് മുഴുവൻ തീരാ. നിസ്കരിക്കാത്ത ആൾമാർക്ക് നീ നിസ്കരിക്കണു. ഒരു തമ്മാടിയായിട്ട് ജമാഅത്ത് മുമ്പായിട്ട് ഔത്തനും നിസ്കരിക്കാട്ട്, ഒരു തൗബവും ചെയ്യാട്ട്, ഒരു സലാത്ത് മജ്ലിസിനും വരാട്ട്, സകാത്തും കൊടുക്കാട്ടും ഒരു വിലയും ഇല്ലാതെ ഇങ്ങനെ ഒരു അട്രാസ് ജീവനാവണം തീരാ. ഇത് ഖുർആനിൽ നമ്മൾ പഠിച്ചില്ലേ, ഞങ്ങളുടെ ശരീരത്തെയും നരകത്തെ തൊട്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നു. വെറും 4 നിസ്കരിച്ചെങ്കിൽ പോയി 4 തോപ്പാക്കിയിട്ടുള്ള 4 സക്കാത്ത് കൊടുത്തുള്ള 4 ജമാഅത്ത് കൊടുത്തു പോയിട്ടുള്ള ബാക്കി രംഗക്കാരൻ അക്ക് വേണ്ടാണ്ട് ചിന്തിക്കൊത്തീരാ. തന്റെ മക്കവും സ്വർഗത്തിക്ക് പറഞ്ഞു, തന്റെ ഇളമത്തങ്ങ സ്വർഗത്തിക്ക് പറഞ്ഞു, എല്ലാവരും തന്നെ സ്വർഗത്തിക്ക് പറഞ്ഞു. നാം മാത്രം സ്വർഗത്തിൽ പോയി വയ്യാവനാണ്ട് ചിന്തിക്കണ്ട. അപ്പൊ വായം നിസ്കരിക്കാണ്ടിരിക്കണ്ട് ചൊല്ലണ്ട. ആ കട്ടി മുടട്ട് ചൊല്ലത് ഞങ്ങളെ കർത്തവ്യം. എപ്പോഴും എപ്പോഴും ചൊന്നിട്ട് ബാക്കി വർഷം കൊണ്ടിലൂടെ നീക്കണല്ല. ഇടയിടയ്ക്ക് ഇങ്ങനെ എന്താക്കണു? നിസ്കരിക്കാത്ത ആൾമാരെ, തൗബ ചെയ്യാത്ത ആൾമാരെ ഇങ്ങനെ ഉണർത്താ നിസ്കരിമോണെ. ഇങ്ങനെ ജീവിക്കണ്ട. മരിക്കൊടുമുണ്ടു, നരകമുണ്ടു, സ്വർഗമുണ്ടു. അതേപോലെ തൗബ ചെയ്യണു. തൗബ ഉസ്താദ് ദുആക്ക് പള്ളിക്ക് പറഞ്ഞു, നിക്കൃഷ്ണനോട് തൗബാക്കി വേണ്ടിക്കൊണ്ടു കേണിച്ച് മണികെട്ടിക്കൊണ്ടു. സക്കാത്ത് കൊടുക്കുകയും അല്ലണ്ട് സക്കാത്ത് കൊടുക്കണം, സദക്ക കൊടുക്കണം, ഹദിയ കൊടുക്കണം. ഇങ്ങനെ 4 മാത്രം അതിന് തിന്നിട്ട് ഇങ്ങനെ എൻജോയ് ആക്കിക്ക് വയ്യാവല. അപ്പൊ അത്തരത്തിലുള്ള ആൾമാരുടെ ബെർത്തേക്ക് കൊടുത്തീരാട്ട് അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പാട്ടുമ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള കാര്യം മറ്റുള്ളവർ ഉണർത്തുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജാഗ്രതയാക്കി 5 വക്ത് നിസ്കാരം ഖദാവാത്ത പോലെ സറിയാവുടെ പോലെ ശുദ്ധിയോടുകൂടെ ശുദ്ധിയോടുകൂടെ റാഹത്ത് നിയ്യത്തോടുകൂടെ ശബ്ദവും ഫർദും സുന്നത്തെല്ലാം എടുത്ത് റാഹത്തിൽ ജീവിക്കുന്നു, നിസ്കരിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചൊല്ലിയതും കേട്ടതും അല്ലാഹു സ്വഹാലിയായ ഇബാദത്തിൽ കൂട്ടത്തിൽ പെടുത്തട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ദുആക്ക് ഉത്തരം നൽകട്ടെ. ആമീൻ യാ റബ്ബ്.